നിത്യാമ്മേ, നമ്മളെങ്ങോട്ടാ പോകുന്നേ? പുറത്ത്. പുറത്തുനിന്ന് വെച്ചാ? കുറെ നാളായില്ലേ അമ്മയും മോനും കൂടെ പുറത്തു പോയിട്ട്. നമുക്കൊന്ന് ചുറ്റി നടക്കാം. എന്നിട്ട് നിത്യാമ്മയുടെ മുഖത്തെന്താ ഒരു വിഷമം? നിത്യാമ്മ എന്നെ ജ്യോതിയുടെ അടുത്ത് കൊണ്ടുപോകണല്ലോ. പറ നിത്യാമ്മേ, എന്നെ കൊണ്ടുപോകില്ലല്ലോ? അതോ എന്നെ അങ്ങോട്ടാണോ കൊണ്ടുപോകുന്നേ? അല്ല മോനെ, വെറുതെ പറഞ്ഞാ പോരാ, എനിക്ക് വാക്കുതാ. എന്നെ ഒരിക്കലും അവരുടെ കൂടെ വിടില്ലെന്ന് വാക്കുതാ. നമ്മളിപ്പോ പുറത്തു പോവാം. എവിടെയെങ്കിലും കുറെ ദൂരം നമുക്ക് നടക്കാം. എവിടെയെങ്കിലും ഇരിക്കുകയും ചെയ്യാം. എന്തൊരു വെയിലാണ്, കണ്ണിലെ കൃഷ്ണമണി ഇളകി പോയത്. അല്ല, രജിസ്ട്രേഷൻ കഴിഞ്ഞോ? അല്ല, ഈ രജിസ്ട്രേഷന് വേണ്ടിയാണല്ലോ ഞങ്ങൾ പോയത്. ഞങ്ങൾ അവിടെ ചെന്നപ്പോ രജിസ്ട്രേഷൻ ഓഫീസർ ഇല്ല. അമ്മാവ രജിസ്ട്രേഷൻ കഴിഞ്ഞു എന്നാ ഞാൻ ചോദിച്ചത്. രജിസ്ട്രേഷൻ കഴിഞ്ഞില്ല, പക്ഷെ അവള് പോയി. അതെങ്ങനെ? അതൊരു നീണ്ട കഥയാ. നിനക്ക് വേണമെങ്കിൽ ഞാൻ അത് ചുരുക്കി പറയാം. ഈ ഒരു ചരട് കണ്ട, ഈ ചരടില് ബന്ധങ്ങൾ വേർപ്പെടുത്തിയ നീ ഞാൻ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. പടി വെച്ച് പിണ്ടം വെച്ചത് തുല്യ. നീ അങ്ങോട്ട്, ഞാൻ ദേ ഇങ്ങോട്ട്. ഞാനും ഹരിയും താമസിക്കുന്ന വീടിന്റെ പടിയില് നീ കാലുകുത്താൻ പാടില്ല. കുത്തിയാലുണ്ടല്ലോ ആ കാല് ഞാൻ വിട്ടു. മനസ്സിലായോടെ? അതാ ഉള്ളതെല്ലാം എഴുതി കൊടുക്കാന്ന് പറഞ്ഞപ്പോ സ്വന്തം കുഞ്ഞിനെ പോലും മറന്ന അമ്മയാണ് അവള്. അവളോട് ഇതിൽ കൂടുതൽ നന്നായിട്ട് ഞാൻ എങ്ങനെയാടാ പെരുമാറേണ്ടത്? നീ എന്താ കരുതിയേ? അവളെ ഇവിടെ ഇറക്കി വിടാൻ വേണ്ടിട്ട് ഇത്രയും കാലം നീ അധ്വാനിച്ച് എന്റെ പേര് കിടക്കുന്നത് ഒരു നിമിഷം കൊണ്ട് അവളുടെ പേര് കൊടുക്കണമെന്നോ ആണോടാ? ഒരു ചില്ലിക്കാശ് പോലും ഞാൻ അവക്ക് കൊടുക്കുകയല്ല. തെരുവിൽ എവിടെയെങ്കിലും അവള് ചത്ത് കിടക്കുന്നു പറഞ്ഞാൽ പോലും വലിച്ചു കുഴിച്ചുകൂടാനുള്ള കാശ് പോലും രാമകൃഷ്ണന്റെ കയ്യിൽ നിന്ന് പോകുകയല്ല. അല്ല, അവളെ ഇതുകൊണ്ട് തോൽപ്പിക്കാൻ പറ്റുമെന്ന് അമ്മാവന് തോന്നുന്നുണ്ടോ? അവളിപ്പോ നിയമത്തിന്റെ വഴിയിൽ അങ്ങോട്ട് നീങ്ങുകയാണെങ്കില് അങ്ങോട്ട് നീങ്ങട്ടടാ. ഒരു കേസ് പറഞ്ഞു തീരുമ്പോ കാലങ്ങൾ എത്രയാന്നുള്ള കൃത്യമായ കണക്കൂട്ടല് എനിക്കുണ്ട്. അത് ഞാൻ അപ്പൊ നോക്കിക്കോളാം. അവളെനിക്ക് പറയുന്ന മകളാ. പക്ഷേ എന്റെ പേരിൽ പോലീസ് കംപ്ലൈന്റ് കൊടുത്ത് പോലീസുകാർ ഇവിടെ എത്തിയ നിമിഷം ഉണ്ടല്ലോ, ആ നിമിഷം അവളുടെ വിധി ഞാൻ തീരുമാനിച്ചതാ. നിത്യാമ്മ എന്താന്നും പറയാത്തെ? മോന് നിത്യാമ്മ വലിയ ഇഷ്ടാണല്ലേ? അതെ, അത് നിത്യാമ്മക്ക് അറിഞ്ഞൂടെ? നിത്യാമ്മ എന്ത് പറഞ്ഞാലും അത് മോനെ അനുസരിക്കോ? 2 ദിവസം കഴിയുമ്പോ മോനും ജ്യോതിയും വരും മോനെ കൊണ്ടുപോവാൻ. ഞാൻ പോവൂല. മോൻ പോണം. മോനെ വളർത്താനുള്ള അവകാശം മോന്റെ അച്ഛനും അമ്മയ്ക്കല്ലേ ഉള്ളത്? എനിക്ക് ആരെയും വേണ്ട, ഈ നിത്യാമ്മ മാത്രം മതി. നിത്യാമ്മ പറയുന്നതൊക്കെ കേൾക്കാന്ന് നിത്യാമ്മയുടെ വാക്ക് പറഞ്ഞതല്ലേ? നിത്യാമ്മക്ക് എന്നെ ഇഷ്ടമല്ലേ? ജീവനോളം ഇഷ്ടം. പിന്നെ എന്തിനാണ് പറഞ്ഞയക്കുന്നത്? അതിപ്പോ ആദ്യക്കുട്ടന് പറഞ്ഞ മനസ്സിലാവില്ല. പക്ഷെ
മോനിപ്പോ അവരുടെ കൂടെ പോയില്ലെങ്കിൽ എല്ലാവരും നിത്യമ്മയെ കുറ്റം പറയും. നിത്യമ്മയെ ഒറ്റപ്പെടുത്തും. നിത്യമ്മ എല്ലാരും കുറ്റപ്പെടുത്തുന്നത് മോന് കേൾക്കാൻ പറ്റുമോ? ഇല്ല. ആദ്യം മോനൊരു കാര്യം ചെയ്യും. മനുവും ജ്യോതിയും വരുമ്പോ അവരുടെ കൂടെ പോണം. എന്നിട്ട് എന്തേലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നിത്യമ്മയെ വിളിച്ചാൽ മതി. നിത്യമ്മ അപ്പം അങ്ങോട്ട് വരാം. നിത്യമ്മ പറഞ്ഞ മോനെ അനുസരിക്കില്ലേ? നല്ല കുട്ടികൾ അങ്ങനെയല്ലേ ചെയ്യാ? എന്നാൽ നിത്യാമ്മ ചിലപ്പോ മോൻ ഇവിടെ ചെന്ന് കഴിയുമ്പോ മനുവും ജ്യോതിയും തന്നെ മോനോട് പറയും, മോൻ നിത്യമ്മയുടെ അടുത്ത് പോയി നിന്നോന്ന്. അങ്ങനെ പറയോ? എന്തായാലും നിത്യമ്മ അടുത്ത് തന്നെയല്ലേ. ഇടയ്ക്കിടയ്ക്ക് ആദ്യം മോന് നിത്യമ്മയുടെ അടുത്ത് വന്ന് നിൽക്കാലോ. പിന്നെ സ്കൂളിൽ നിത്യമ്മയുടെ അടുത്തേക്കല്ലേ വരുന്നേ, പിന്നെന്താ? മനു മോന്റെ അച്ഛനാ. ജ്യോതിയെ മോനെ പ്രസവിച്ചത്. മോൻ അവരുടെ കൂടെ പോണം. മോൻ അവര് പറയുന്നതൊക്കെ അനുസരിക്കണം. അവരെ സ്നേഹിക്കണം. നിത്യാമ്മ പറഞ്ഞോണ്ട് ഞാൻ പോവാം. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ലേ ഞാനിങ്ങ് തിരിച്ചു പോരും. അപ്പ നിത്യാമ്മ എന്റെ അടുത്തൊന്നും പറയരുത്. മോനെ ഐസ്ക്രീം വേണോ? വേണ്ട. അങ്ങനെ പറയല്ലേ. അപ്പൊ നിത്യമ്മ വിചാരിക്കില്ലേ നിത്യമ്മയോട് പിണങ്ങിയിട്ടായിരിക്കുമെന്ന്? മോൻ ഇവിടെ ഇരിക്കെ. നിത്യമ്മ പോയി വാങ്ങിച്ചിട്ട് വരാം. സങ്കടപ്പെടരുത് കേട്ടോ.